നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ പെരുന്തച്ഛൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മകൻ കണ്ണനുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധത്തിന് ഇത്തിരി ഒലിച്ചിൽ തട്ടിയിരിക്കണ കാല. വീട്ടിൽ പോകൊന്നുമില്ല, പണിസ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി പണിയും, അവിടെ കിടക്കും. അങ്ങനെ അച്ഛൻ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലും. ഒരു ദിവസം പെരുന്തച്ഛൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ കണ്ണനെ കണ്ടിട്ട് കാലം കുറച്ചായി, കണ്ണനോടൊന്ന് വരാൻ പറയൂ. ഇന്ന് വൈകുന്നേരം വരുമ്പോൾ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ, കണ്ണനെയും കൂടി വിളിച്ചുകൊണ്ട് വരണം. ഞാൻ പെരുന്തച്ഛൻ വളരെ നിസ്സാരമായിട്ടുള്ളൂ. ഞാൻ പറയാത്ത കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തൊട്ടായം പറയണം, നിർബന്ധമായും പറയണം, എന്നാലേ അപ്പം വരുള്ളൂ, അവനെ നിർബന്ധമായി കൂട്ടിക്കൊണ്ട് വരണം. നോക്കാമെന്നും പറഞ്ഞു പോയി. പോണ വഴിക്ക് ബാണത്തോളിലൊക്കെ, ബാണത്തിൽ തോള് ഒരു മാറാപ്പ് പോലത്തെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും പെരുന്തച്ഛൻ. അതിനകത്ത് പെരുന്തച്ഛൻ്റെ മാറാപ്പിനകത്ത് പണിയായുധങ്ങളാണ്. വീതുളി, ചീറ്റുളി, മുഴുക്കോല്, ഊളി, കൊട്ടുടി, ചരട്, പന്ത്, അങ്ങനെ പല പല പണി സാധനങ്ങളാണ്. അതൊക്കെ കൂടെ ഒരു സഞ്ചിക്കകത്തിട്ട് ബാണ്ണം പോലെ കെട്ടിയിട്ട് ആ കോല് ബാണ്ണക്കെട്ട് പുറകിൽ സഞ്ചി, ഇങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ തോളി വെച്ച് പിടിച്ചുകൊണ്ടാണ് പെരുന്തച്ഛൻ്റെ പക. അപ്പോൾ എതിരെ വരുന്നു നാറാണത്ത് അതുപോലെ ഒരു ബാണ്ണം പുറയിൽ ഇട്ടിട്ടുണ്ട്, കോല് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താ നാറാണത്തെ ബാണ്ണത്തിൽ ബാണ്ണല്ലാണ്ട് നടക്കില്ല, അത്രയും നല്ല 2-3 കല്ല് ഉണ്ടാ കല്ല്, അല്ലാണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. തനിക്കൂടുള്ളൊരു ബാണ്ണം, അതപ്പോൾ എന്താ എന്ന് വെച്ചാൽ എനിക്കതിൻ്റെ പണിയായുധങ്ങളാണ്. വീതുളിയുണ്ട്, ചുറ്റുളിയുണ്ട്, ചെറിയ ഉളിയുണ്ട്, ചരടുണ്ട്, പന്തുണ്ട്, മുഴുക്കോലുണ്ട്, കണവണയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. വീതുളി ഒന്ന് സൂക്ഷിച്ചോളോ, മൂർച്ചയല്ലേ അതിന് എന്ന് പറഞ്ഞു നാറാണത്. അതെ, വീതുളിക്ക് നല്ല മൂർച്ചയാണ്. വീതുളി എന്ന് പറയണത് കുറച്ച് വീതിയുള്ള, ഒരു 12 ഇഞ്ച് വാത്തലയൊക്കെ വീതിയുള്ള വലിയ ഉളിയാണ് വീതുളി. അതിങ്ങനെ അങ്ങോട്ട് വെച്ചപ്പോൾ അതൊക്കെ ഒരു കൊട്ടിയാൽ ആ ഒരൊറ്റ ഭാഗം കൂടെ അടർന്നു പോകും, അത്രയും ഭാഗം. വീതുള്ളി സൂക്ഷിച്ചോളാം, നല്ല മൂർച്ചയല്ലേ, നല്ല മൂർച്ചയാണ്. അല്ല സൂക്ഷിച്ചോളോ എന്ന് പറയണേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ ഈ പറയണേന്ന് പറയണത്, ഞാൻ എന്താ ഈ വീതുള്ളി ഇപ്പം എത്ര സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു മോന്തായത്തിൻ്റെ മേൽഭാഗം കൂട്ടി അണക്കേണ്ട സമയമാണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ താഴെ വെച്ചിട്ട് അതിനെ മോന്തായ മോളിൽ കയറി ചെന്ന് കൂട്ടി അണക്കണം, അതിന് ചെല്ലണം. അപ്പോൾ പെരുന്തച്ഛനാണ് കയറാറ്, അത്രയും മുകളിലേക്ക് കയറണം, പണിയായതൊക്കെ കൊണ്ട് കയറണം. താഴെ ആൾക്കാർ സഹായത്തിനുള്ളവരൊക്കെ എടുത്ത് നോക്കിയൊക്കെ നിർത്തി പൊക്കി പാകത്തിനാക്കി. അങ്ങനെ നോക്കുമ്പോൾ അന്ന് മോന്തായത്തിൽ കയറാൻ പെരുന്തച്ഛനൊരു മടി പോലെ. പെരുന്തച്ഛൻ ഇങ്ങനെ കുറേ ആലോചിച്ചിരിക്കുക. അപ്പം മറ്റു പണിക്കാരൊക്കെ പറഞ്ഞു, ഇപ്പം പെരുന്തച്ഛൻ്റെ മകനെ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കല്ലേ, അങ്ങേക്ക് വല്ല വയ്യായി ഉണ്ടെങ്കിൽ അവിടെ വിശ്രമിച്ചോളൂ, മകനോട് പറയട്ടെ, കണ്ണനോട് പറയട്ടെ മോന്തായം കയറാൻ എന്ന് പറഞ്ഞാൽ പെരുന്തച്ഛനേക്കാൾ കേമനായേക്കാണ് കണ്ണൻ. അങ്ങനെയാണ് പേരും പ്രശസ്തി. അപ്പം മോന്തായം കൂട്ടാൻ ഈ കണ്ട നാൾ മുഴുവൻ പണന്ന് മോന്തായം കൂട്ടിയിട്ട് ഒരു പിഴവും വരാത്ത പെരുന്തച്ഛനോട് മോനെ കയറ്റാന്നാ അച്ഛന് വയ്യാച്ച എന്ന് അതൊരാക്ഷേപമായി തോന്നി പെരുന്തച്ഛന്. എന്നാലും വേണ്ട, ഞാൻ തന്നെ മോന്തായം കയറാം എന്നും പറഞ്ഞ് പണിയായതെടുത്ത് മോന്തായത്തിൽ കയറി ഓരോന്നും കൂട്ടി യോജിപ്പിച്ചു. അപ്പം താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ മറ്റുള്ളവർ സഹായികളൊക്കെ ഓരോന്നോരോന്ന് ഒരുക്കി മുകളിലേക്ക് കൊടുത്തോണ്ടിരിക്കുക. പെരുന്തച്ഛൻ മാത്രമേ മുകളിലുള്ളൂ കേട്ടോ. അവിടെ ഇരുന്നും ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ തൻ്റെ മകനും ഉണ്ട് ഈ കൂട്ടത്തിൽ, ഈ പണിയണ കൂട്ടത്തിൽ. അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ എന്താ സത്യം എന്ന് നമുക്കറിഞ്ഞൂടാ, പെരുന്തച്ഛന് മാത്രമേ അറിയുള്ളൂ. പെരുന്തച്ഛൻ മോന്തായം ഇണക്കി കൂട്ടിയപ്പോൾ വീതുളി കയ്യിൽ നിന്ന് ഒഴുകിപ്പോയി എന്നാണ് പറയണേ. പെരുന്തച്ഛൻ ചെന്ന് വീണത് എവിടെ, കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന കണ്ണൻ്റെ കഴുത്തങ്ങട് തെറിച്ചു മകൻ്റെ. അയ്യോ എന്നുള്ള നിലവിളി കെട്ടി ചെന്ന് നോക്കുമ്പോൾ എന്താ പെരുന്തച്ഛൻ്റെ മകൻ്റെ തല വേറെ കിടക്കണേ, ഉളി കൊണ്ട് തെറിച്ചു പോയില്ലേ, കഴുത്ത് കണ്ടിച്ചിട്ട പോലെയായില്ലേ. ആൾക്കാരൊക്കെ കൂടി പെരുന്തച്ഛൻ വീഴാൻ പോയി, ദേഹം വരച്ചിട്ട് വയ്യ, അങ്ങനെ ഒരു കണക്കിന് പിടിച്ചു കൊണ്ടുവന്ന്
വെള്ളം കൊടുത്തപ്പോഴത്തേക്ക് ഇരുത്തി ഇതെന്താ പെരുന്തച്ഛാൻ പറ്റിയേ, കൈ വിട്ടുപോയി, ഉള്ളി കൈ വിട്ടുപോയി എന്നും പറഞ്ഞ് പെരുന്തച്ഛൻ കരഞ്ഞു. അതേ സമയത്ത് അടക്കി പിടിച്ച് അപ്പറേ പറയും നിന്നിട്ട് ആ ചെക്കന് ഈ ഇടത്തിരി നന്നായിട്ട് വരണതാണ്. ചില കൂശുമ്പനായി അച്ഛൻ. ആ അച്ഛൻ അറിഞ്ഞുകൊണ്ട് വിട്ടതാ വീതുളി അങ്ങോട്ട് വിട്ടപ്പോൾ കറക്റ്റ് കുട്ടിയുടെ കഴുത്തിലേക്ക് ചെന്നു. കഴിഞ്ഞില്ലേ പണി, കച്ചവടം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടെന്ന് ആ നാട്ടിലുള്ളവരൊക്കെ വന്ന് എല്ലാവരും പെരുന്തച്ഛനെ സമാധാനിപ്പിച്ചു. എന്താ ചെയ്യുക, കയ്യബദ്ധം പറ്റിയില്ലേ, അവന് അത്രയ്ക്കൊക്കെ ആയുസുള്ളൂ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചേ. പെരുന്തച്ഛൻ ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ വേണ്ട കാര്യം, പോയില്ലേ മുതലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. വായില്ല കുന്നിലപ്പൻ മാത്രം വന്നില്ല പെരുന്തച്ഛൻ്റെ ദുഃഖം കാണാൻ. ബാക്കി സഹോദരങ്ങളൊക്കെ വന്നു പെരുന്തച്ഛൻ്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളാൻ. സമാധാനിക്കാൻ പറ്റുമോ? ഒരു മകനുള്ളത് മരിച്ചു പോയതിന് സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? നല്ല കാര്യമായിപ്പോയി. എല്ലാവരും പെരുന്തച്ഛനെ എൻ്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളാനായിട്ട് വന്നു. വായില്ല കുന്നിലപ്പം മാത്രം വന്നില്ല. നാറാണത്ത് ദുഃഖവാർത്ത അറിഞ്ഞിട്ട് ഓടി അലച്ചു വന്നു. അദ്ദേഹം വന്നത് സാധാരണ എവിടെ ചെന്നാലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പൊട്ടിച്ചിരിക്കണ ഒരു ചിരിയുണ്ട് നാറാണത്തിന്. ഇവിടെ വന്നിട്ട് ഒരു കവിതാശകലം ചെല്ലുക ചെയ്തത്. എന്താ ചെയ്തത്? ബ്രഹ്മം കുറിച്ചൊരു നേരത്തൊരുവൻ്റെ കർമ്മഫലങ്ങൾ ഭാവിച്ചിടുന്നു. മരണ വീട്ടിൽ വന്നിട്ട് നാറാണത്ത് മറ്റുള്ളവരോട് പറയണതാണ്. നാറാണത്ത് തമ്പുരാനെന്നും പറയും, നാറാണത്ത് പ്രാന്തനെന്നും പറയും, നാറാണത്തെ അടുത്ത തലമുറയാണെന്നും പറയും. ബ്രഹ്മൻ കുറിച്ചൊരു നേരത്തൊരുവൻ്റെ കർമ്മഫലങ്ങൾ ഭവിച്ചിടുന്നു. ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ അരിയും ആയുസ്സും ഒക്കെ ഇടം വരെയാണെന്ന്. ആരും അതിനു വിധി വിലക്കല്ലെന്ന് ആര് തടുത്താലും ഒരു കാര്യമില്ല. മാലോകരുണ്ടോ അറിഞ്ഞിടുന്നു, ആര് തടുത്താലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് മാലോകർക്കറിയാമോ, നാട്ടുകാർക്കറിയാമോ എന്നും പറഞ്ഞു. പക്ഷേ എല്ലാ ദിക്കേ ചെന്നാലും പൊട്ടിച്ചിരിക്കണ നാറാണത്ത് തമ്പുരാൻ മരണവീടായ പെരുന്തച്ഛൻ്റെ വീട്ടിൽ വന്ന് ശവസംസ്കാരാദികളൊക്കെ കഴിഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ചിരിച്ചില്ല. അന്ന് ചിരി ഉണ്ടായില്ല. മനുഷ്യൻ്റെയൊക്കെ മനസ്സ് അറിയുന്നതിനുള്ള ഒരു സിദ്ധി നാറാണത്തിനുണ്ടായിരുന്നു. പെരുന്തച്ഛൻ്റെ മനസ്സിൽ ഈ മകനോടുള്ള അസൂയ വളരെ വലുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഏതോ എന്തായാലും പെരുന്തച്ഛൻ്റെ മകൻ കണ്ണൻ, പെരുന്തച്ഛനേക്കാൾ കേമനായ കണ്ണൻ, അച്ഛൻ്റെ കൈ തെറ്റി കയ്യിൽ നിന്ന് വഴുതി വീണ വീതുളി കഴുത്തിൽ വീണ് മരിച്ചുപോയി. അതാണ് സത്യം. വല്ലാത്തൊരു ദുഃഖം, പുത്രദുഃഖം തന്നെ. ഈ കഥ ഇവിടെ നിർത്തുകയാണ്. പെരുന്തച്ഛൻ്റെ മകൻ കണ്ണൻ്റെ അന്ത്യം അങ്ങനെയാണ് ഉണ്ടായത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.